പോകാം. ഓക്കെ, 13b എന്തുവാ? ഡിറ്റർമൈൻ ദ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഹാവിംഗ് എ ഡയാമീറ്റർ ഓഫ് 5 meter and height of 5 meter given the specific gravity of the cylinder material as 0.6 and also it is floating in water with its axis vertical. State whether equilibrium is stable or unstable. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പ്രോബ്ലമിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, മെറ്റാസെൻട്രിക് ഹൈറ്റ് ഇസ് ഈക്വൽ ടു BM മൈനസ് BG. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പം മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്തുവാ? ഒന്ന് ഓർത്തെടുക്കുക. BM ഇസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ സബ്മേഴ്സ്ഡ് വോളിയം. ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ അടുത്ത് നമുക്ക് ആദ്യം എന്താ എഴുതേണ്ടത്? ഗിവൻ ഡേറ്റയാണ് എഴുതേണ്ടത്. ഗിവൻ ഡേറ്റ എന്തുവാ? ഡയാമീറ്റർ 5 meter ആണ്, സിലിണ്ടറിൻ്റെ ഡയാമീറ്റർ 5 meter ആണ്, ഹൈറ്റ് 5 meter ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? ടു ഫൈൻഡ് എന്തുവാ? വെദർ ദ മെറ്റീരിയൽ ഇറ്റ് ഈസ് ഇൻ സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഉള്ളത് മെറ്റാസെൻട്രിക് ഹൈറ്റ് GM കണ്ടുപിടിക്കണം. അത് വെച്ചിട്ട് ഇത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എന്തുവാ ഫോർമുല? ഇതാണ് ഫോർമുല. GM is equal to I divided by V bar minus BG. ഓക്കെ, ഈ BG എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ AG മൈനസ് AB. ഈ AG AB എന്തുവാന്ന് വെച്ചാൽ നമുക്ക് ഡയഗ്രാമിനകത്തുണ്ട്. ഈ A എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിൻ്റെ ബോട്ടം മോസ്റ്റ് പോയിൻ്റ് ആണ്. ഓക്കെ, G എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ ഉള്ള ഹൈറ്റാണ് AG, ബയോൺസി വരെ ഉള്ള ഹൈറ്റാണ് AB. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ആദ്യം BG is equal to AG minus AB അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഈ AG എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ ഉള്ള ഹൈറ്റാണ്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീന്ന് നമ്മൾ പറയുമ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ 2 ആയിരിക്കും AG എന്ന് പറയുന്നത്. ഈ AB എന്ന് പറയുന്നത് എന്തുവാ? ബയോൺസി. ഈ ബയോൺസി എന്ന് പറയുന്നത് ഈ സബ്മേർജ്ഡ് പോർഷൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ 2 ആണ്. ഇത് എപ്പോഴും ഓർക്കണേ. ഓക്കെ, ഇത് മറക്കല്ലേ. AG എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ 2 ആണ്. ഈ AB എന്ന് പറയുന്നത് സബ്മേർജ്ഡ് ഹൈറ്റ് ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഹൈറ്റ്, ഈ സബ്മേർജ്ഡ് ഹൈറ്റ് നമുക്ക് അറിയത്തില്ല. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്? അതാണ് ഇത്. വെയ്റ്റ് ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, ഈ വെയ്റ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിക്കണം. എന്തുവാ? വെയ്റ്റ് ഓഫ് ബോഡി എന്തുവാ? ഡെൻസിറ്റി ഇൻറ്റു G ഇൻറ്റു വോളിയം ഓഫ് ദി സിലിണ്ടർ. വെയ്റ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു റോ W ഇൻറ്റു G ഇൻറ്റു വോളിയം ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എങ്ങനെയാണ് അവർ ഈ ഇക്വേഷൻ എഴുതിയതെന്ന് വെച്ചാൽ നമുക്കറിയാം W ഇസ് ഈക്വൽ ടു mg അല്ലേ? ഈ മാസ് എന്ന് പറയുന്നത് എന്തുവാ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യൂം. അപ്പോൾ മാസ് എന്തുവാ? ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം. അപ്പം ഈ മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം ഇൻറ്റു G, ഇതാണ് നമുക്ക് റോ GV ഇങ്ങനെ വന്നത്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു G ഇൻറ്റു വോള്യൂം ഓഫ് ദി സിലിണ്ടർ is equal to density of the water. ഇവിടെ വാട്ടർ അല്ലേ, അതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ ഇൻറ്റു G ഇൻറ്റു വോളിയം ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, അപ്പം ഡെൻസിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ബോഡി ഇൻറ്റു നമുക്ക് ഡെൻസിറ്റി ഓഫ് വാട്ടറാൽ മൾട്ടിപ്ലൈ ചെയ്തു, എന്നാലേ നമുക്ക് ഡെൻസിറ്റി ഓഫ് ദ ബോഡി കിട്ടുള്ളൂ. അതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബോഡി ഇൻറ്റു 1000 ഇൻറ്റു π/4 d square into h, volume area into height, okay, is equal to density of water is 1000 into volume of the water displaced is equal to area into height. So π/4 d square into h submerged. എന്തു വെച്ചാൽ വോളിയം ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ് ആണ് വാട്ടർ ഏതിൻ്റെ ഹൈറ്റ് ആയിരിക്കും? സബ്മേർജ്ഡ് ആയുള്ള ഹൈറ്റ് ആയിരിക്കും. അത്രത്തോളം വാട്ടർ അല്ലേ പുറത്ത് പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് h സബ്മേർജ്ഡ്. അപ്പോഴത്തേക്ക് കുറേ സാധനങ്ങൾ ക്യാൻസലാവും. 1000 ക്യാൻസലാവും, π/4 d square ക്യാൻസലാവും.
അപ്പോൾ അവസാനം എന്താ വരുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബോഡി ദാറ്റ് ഇസ് 0.6 ഇൻറ്റു H ഇസ് ഈക്വൽ ടു H സബ്മേർജ്ഡ്. H നമുക്കറിയാം, നമുക്ക് H സബ്മേർജ്ഡ് കിട്ടി. അപ്പോൾ പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് BG കണ്ടുപിടിക്കണം. BG എങ്ങനെ കണ്ടുപിടിക്കാം? AG മൈനസ് AB ആണ്. AG എന്തുവാ? ഈ ടോട്ടൽ മെറ്റീരിയലിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, AG എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ ടോട്ടൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 5 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, മറ്റേ AB എന്ന് പറയുന്നത് സബ്മേർജ്ഡ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് സബ്മേർജ്ഡ് ഹൈറ്റ് നമ്മൾ 3 മീറ്റർ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പം നമുക്ക് BG കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളൂ. AG മൈനസ് AB. ഓക്കെ, അപ്പം നമുക്ക് 1 മീറ്ററിന് കിട്ടി. അപ്പം ഇനി അടുത്ത് എന്ത് ചെയ്യണം? I കാൽക്കുലേറ്റ് ചെയ്യണം. I എന്ന് പറയുന്നത് പൈ ബൈ 64 ഇൻറ്റു D⁴. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണ്. അപ്പോൾ ആ ഡയാമീറ്റർ നമുക്കറിയാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് I കണ്ടുപിടിക്കുക. ഇതെന്ന് പറയുന്നത് സബ്മേർജ്ഡ് വോള്യൂം ആണ്. ഇപ്പോൾ π/4 D² ഇൻറ്റു H സബ്മേർജ്ഡ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, സബ്മേർജ്ഡ് വോള്യൂം ആണ് വേണ്ടത്, അതുകൊണ്ട് സബ്മേർജ്ഡ് ഹൈറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. π/4 ഇൻറ്റു 5² ഡയാമീറ്റർ സ്ക്വയർ ഇൻറ്റു H സബ്മേർജ്ഡ് 3 മീറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സബ്മേർജ്ഡ് വോള്യൂം കിട്ടി. ഓക്കെ, അപ്പോൾ I ബൈ സബ്മേർജ്ഡ് വോള്യൂം നമുക്ക് എന്താണെന്ന് കിട്ടി. പിന്നെ നമുക്ക് അവസാനത്തെ മെറ്റാസെൻട്രിക് ഫോർമുലനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. GM ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ സബ്മേർജ്ഡ് വോള്യൂം മൈനസ് PG. ആ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് പോസിറ്റീവ് ആണ്. സോ ദ ബോഡി ഈസ് ഇൻ സ്റ്റേബിൾ കണ്ടീഷൻ. അങ്ങനെ നമുക്ക് റിസൾട്ട് എഴുതണം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലമിലോട്ട് പോകാം കേട്ടോ.